ഹായ്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ആട്ടോ. നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ മസാലകളെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് പൊടിച്ചെടുത്തേക്കണം. അപ്പോൾ അതിൻ്റെതായ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ്റെ തൈസായിട്ട് ഞാനൊരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസാണ് ഓരോ പീസിന് ഞാൻ എടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/2 കപ്പ് തൈര് കേട്ടോ, നല്ല കട്ട തൈര്, ഒരു 1/2 കപ്പ് തൈര്. തൈരിന് പുളി കുറവാണെങ്കിൽ കുറച്ച് നാരങ്ങ നമ്മളൊന്ന് പിഴിഞ്ഞ് വയ്ക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒരു ഇഞ്ചി കഷ്ണം വലിപ്പത്തിലുള്ള ഇഞ്ചി ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഒരു 4 വെളുത്തുള്ളി ഞാൻ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നമുക്കങ്ങ് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ബട്ടർ ചിക്കനിൽ ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഒരു 4 ഏലക്ക ചേർക്കുക. ഒരു 3-4 സ്റ്റിക്ക് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുക്കുന്നത് ഇത് ബ്ലാക്ക് കാർഡമാട്ടോ. നല്ലൊരു ഇൻറ്റൻസ് ഫ്ലേവർ നമുക്ക് തരുന്നതാട്ടോ. ഇത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അജ്വാൻ സീഡ്സ് എടുക്കുക. 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ ക്യുമിൻ എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ നമുക്ക് പെരിഞ്ജീരകം എടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുക്കുക. ഒരു 4-5 കറിയാമ്പൂ എടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ എരിവിന് വേണ്ടിയിട്ട്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ചിക്കനിലേക്ക് 2.5 സ്പൂൺ ഈ മസാലപ്പൊടി അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയില്ലേ, ആ സെയിം ഓയിലിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് സോട്ട് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് അണിയൻ കട്ട് ചെയ്ത് ചേർക്കുക. ഒരു കാഷ്യൂനട്ട് ഒരു 8 എണ്ണം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സബോളയില്ലേ പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം സോഫ്റ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞു നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാലപ്പൊടി ഇല്ലേ, അതിൽ നിന്ന് 1 സ്പൂൺ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യുക. ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഭയങ്കര ചൂടിൽ നമ്മൾ മിക്സിയിൽ അടിക്കേണ്ടത്. ഒന്ന് ചൂടാറിയതിന് ശേഷമായിട്ട് ഞാനിത് എടുക്കണേ. ഇച്ചിരി ചൂടാറിയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്, എന്നാലും അത്യാവശ്യം ചൂടാറി. ഇപ്പോഴാട്ടോ ഞാനിത് മിക്സിയിൽ അടിക്കണേ. അപ്പം ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഞാൻ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ജാതിക്ക ഉണക്കേൻ്റെ ഒരു ചെറിയ കഷ്ണം അത് നമുക്കിന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വളരെ കുറച്ച് മതി, അത് ഭയങ്കര ഒരു ഇൻറ്റൻസ് ഫ്ലേവർ, അതുകൊണ്ട് ഒരു പിഞ്ച് നമുക്ക് മതി കേട്ടോ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിക്കുക. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ചാൽ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രേവി ഭയങ്കര തിക്കാണ്, നമുക്കൊരു സിൽക്കി ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഞാൻ ചേർത്തു കേട്ടോ. മിക്സി കഴുകി ഒഴിച്ചു. അങ്ങനെ 2 കപ്പ് വെള്ളം ഞാൻ ചേർത്തു ഇതിലേക്ക് കേട്ടോ. ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്നും എല്ലാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കൻ ഇതിലൊന്ന് തിളക്കട്ടെ. ഇനി ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഒരു ടാങ്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 സ്പൂൺ കസ്തൂരി മേത്തി അത് കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് വരും. ഇത്ര പണിയുള്ള അവസാനമായിട്ട് നമുക്ക് ക്രീം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായാൽ മതി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ. ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആട്ടോ. ഇത് കറക്റ്റ് തിക്നെസ്, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ബട്ടർ ചിക്കൻ വേണ്ടത്. അതായത് നമ്മളിങ്ങനെ ബട്ടർ ചിക്കൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ടേ ബാക്കിലൊന്നിങ്ങനെ വരയ്ക്കുക. കണ്ടോ, കറക്റ്റ് ലൈൻ വേണം. ഈ ഇതുമ്പോൾ കണ്ടോ സോസ് കറക്റ്റ്
നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ സോസിന് വേണ്ടത്. ഇതിൽ ഞാൻ കളർ ചേർത്തിട്ടില്ല. നമ്മൾ ടൊമാറ്റോസ് ഇട്ടിട്ട് ഒരിക്കലും നമ്മുടെ ബട്ടർ ചിക്കൻ റെഡ് കളർ കിട്ടില്ല. റെഡ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ കളർ തന്നെ ചേർക്കണം കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. ഒന്നും തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ മേടിച്ച പൊടിയാണ്. അപ്പം അതിൽ കുറച്ച് ചില്ലി പൗഡറിലൊക്കെ എന്തെങ്കിലും ഇച്ചിരി കളറൊക്കെ അവർ ചേർത്തിട്ടുണ്ടോ. പിന്നെ ഞാനായിട്ട് ഇനി വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ സെർവ് ചെയ്യണേക്കാൾ മുമ്പായിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ബട്ടർ ചിക്കൻ മാറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ മേലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചുറ്റും ക്രീം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം.